എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്നും നാളെയുമായിട്ട്, അതായത് ജൂൺ 4-ാം തീയതിയും ജൂൺ 5-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് മുമ്പുമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഇന്ന് തന്നെ പോയിട്ട് അഡ്മിഷൻ നേടാൻ ശ്രദ്ധിക്കുക. കാരണം നിങ്ങളുടെ ഒരു അഡ്മിഷനായിട്ട് കൊണ്ടുപോകുന്ന ഡോക്യുമെൻറ്റ്സിൽ എന്തെങ്കിലും ഇല്ല എങ്കിൽ നിങ്ങൾക്ക് അത് സ്കൂളിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് എന്തൊക്കെ ആ ഡോക്യുമെൻറ്റ്സിൻ്റെയാണ് കുറവുള്ളത് അത് കൃത്യമായിട്ട് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് നാളെ തന്നെ പോയിട്ട് അഡ്മിഷൻ നേടാൻ സാധിക്കും. അതായത് നാളെ എന്ന് പറയുമ്പോൾ ജൂൺ 5-ാം തീയതി വൈകുന്നേരം 5 മണിക്കുമായിട്ട് പോയിട്ട് അഡ്മിഷൻ നേടാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ജൂൺ 5-ാം തീയതി വൈകുന്നേരം 5 മണിക്കുമായിട്ട് വിദ്യാർത്ഥികൾ പോയിട്ട് അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് റദ്ദാകുന്നതും അതുപോലെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുന്നതുമായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, എനിക്ക് ഇപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു 5 ഓപ്ഷൻ കൊടുത്തെന്ന് വിചാരിക്കുക. അതായത് നിങ്ങൾക്കിപ്പോൾ 5 ഓപ്ഷനാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്നാൽ എനിക്ക് അലോട്ട്മെൻറ്റായിട്ട് കിട്ടിയത് 5-ാമത്തെ ഓപ്ഷനാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ എനിക്ക് ആ ഒരു ഓപ്ഷൻ താല്പര്യമൊന്നുമില്ല, എന്നാൽ ഞാൻ അവിടെ ടെമ്പററി അഡ്മിഷനാണ് നേടുന്നത്. അപ്പോൾ എനിക്ക് ഇതിൽ താല്പര്യമുള്ളത് എനിക്ക് 1-ാമത്തെ ഓപ്ഷൻ മാത്രമേ താല്പര്യമുള്ളൂ, ബാക്കി ഓപ്ഷനൊന്നും താല്പര്യമില്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ ഒരു ഹയർ ഓപ്ഷൻസ് എനിക്ക് വേണ്ടാത്ത ഓപ്ഷൻസ് റിമൂവ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്കിപ്പോൾ 5-ാമത്തെ ഓപ്ഷനാണ് കിട്ടിയത്, അവിടെ ടെമ്പററി അഡ്മിഷനാണ് നേടിയിട്ടുള്ളത്, അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനാണ് നേടിയത്. എന്നാൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസിൽ ഇനി 1-ാമത്തെ ഓപ്ഷൻ മാത്രമേ ആവശ്യമുള്ളൂ. ഇനി മറ്റ് അതായത് 2-ാമത്തെയോ 3-ാമത്തെയോ 4-ാമത്തെയോ ഓപ്ഷൻസ് നിങ്ങൾക്ക് വേണ്ട. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു രീതിയിൽ, അതായത് നിങ്ങൾക്കിപ്പോൾ ഓപ്ഷൻസ്, അത് നിങ്ങൾക്കിപ്പോൾ ഏത് ഓപ്ഷനാണോ അലോട്ട്മെൻറ്റ് കിട്ടിയത്, അതായത് ഇപ്പോൾ 5-ാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ അതിന് മുകളിലായിട്ട് നിങ്ങൾക്കുള്ള ഓപ്ഷനുകളാണ് ഹയർ ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഈ ഒരു ഹയർ ഓപ്ഷൻസിൽ നിങ്ങൾക്ക് മുഴുവനായിട്ട് റിമൂവ് ചെയ്യണമെങ്കിലോ അതല്ലെങ്കിൽ നിങ്ങൾക്കിതിൽ സെലക്റ്റീവായിട്ട്, അതായത് നിങ്ങൾക്കിതിൽ ഇപ്പോൾ 3-ാമത്തെ ഓപ്ഷൻ വേണ്ട, ബാക്കി 1, 2, 4 ഓപ്ഷൻ അടുത്ത അലോട്ട്മെൻറ്റ് പരിഗണിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഒറ്റ ഓപ്ഷനെ മാത്രമേ നിങ്ങൾക്ക് ഒഴിവാക്കേണ്ടതുള്ളൂ. അതായത് നിങ്ങൾക്ക് ഒരു ഓപ്ഷനോ 2 ഓപ്ഷനോ അല്ലെങ്കിൽ മുഴുവൻ ഓപ്ഷനോ ഒക്കെ റിമൂവ് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് റിമൂവ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ ഫോം കിട്ടും. നിങ്ങൾ സ്കൂളിൽ ചോദിച്ചാൽ മതി, അതായത് ഹയർ ഓർ സെലക്റ്റീവ് ഹയർ ഓപ്ഷൻ ക്യാൻസലേഷൻ, അതായത് ഹയർ ഓപ്ഷൻ ക്യാൻസലേഷൻ്റെ ഫോം ചോദിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്കൊരു ഫോം കിട്ടും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് HSCAP വെബ്സൈറ്റിൽ തന്നെ ഹയർ ഓർ സെലക്റ്റീവ് ഹയർ ഓപ്ഷൻ ക്യാൻസലേഷൻ ഫോം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് ആ ഒരു ഹയർ ഓപ്ഷൻ ക്യാൻസലേഷൻ ഫോം എന്ന് ചോദിച്ചാൽ തന്നെ നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ജസ്റ്റ് അത് സ്കൂളിൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് തരുന്നതായിരിക്കും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു ഫോം ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ആ ഒരു ഫോം നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ ഫോമിൻ്റെ പ്രിൻ്റാണ് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത്, അല്ലാതെ ഈ ഒരു നിങ്ങളുടെ ഫോൺ വഴിയല്ല ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുക, അതല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് ആ ഒരു ഫോം വാങ്ങിക്കുക. അപ്പോൾ ആ ഒരു പ്രിൻ്റ് ഔട്ടിലാണ് നിങ്ങൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് ഹയർ സെക്കൻഡറി വിഭാഗം ഏജാലക പ്രവേശനം 2025 ഹയർ ഓപ്ഷനുകൾ റദ്ദ് ചെയ്യുന്നതിനുള്ള അപേക്ഷാ ഫോറം എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ +1ൻ്റെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ഏത് കോട്ടയിലാണോ കിട്ടിയത് അതിൻ്റെ ആപ്ലിക്കേഷൻ നമ്പർ എഴുതുക. അതുപോലെ തന്നെ നിങ്ങളുടെ പേര് ഇനീഷ്യൽ സഹിതം എഴുതുക. അതുപോലെ നിങ്ങളുടെ പേരും നിങ്ങളുടെ അഡ്രസ്സും നിങ്ങളുടെ ഫോൺ നമ്പറും കൃത്യമായിട്ട് എഴുതുക. അടുത്തതായിട്ടുള്ളത് SSLCയുടെ രജിസ്റ്റർ നമ്പർ എഴുതുക. SSLCയുടെ രജിസ്റ്റർ നമ്പർ എന്താണോ അത് കൃത്യമായിട്ട് എഴുതുക. അടുത്തതായിട്ട് നിങ്ങൾ അവസാനം ലഭിച്ച അലോട്ട്മെൻറ്റിൻ്റെ വിവരങ്ങൾ, അതായത് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ചത് എത്രാമത്തെ ഓപ്ഷനാണ്. അപ്പോൾ ഒരു വിദ്യാർത്ഥി ചോദിച്ചതായിരുന്നു, എനിക്ക് 4-ാമത്തെ ഓപ്ഷനാണ് കിട്ടിയത്, എനിക്ക് അതിൽ ഒരു ഓപ്ഷൻ വേണ്ട, അതായത് 3-ാമത്തെ ഓപ്ഷൻ വേണ്ട, അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ 4-ാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ 4 എന്ന് ഓപ്ഷൻ നമ്പർ 4 എന്ന് എഴുതുക. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൻ്റെ കോഡ് എഴുതുക. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ച കോമ്പിനേഷൻ്റെ കോഡ് ഉണ്ടാകും. ഇപ്പോൾ ബയോളജി സയൻസ് ആണെങ്കിൽ 1 അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ 5, കൊമേഴ്സ് ആണെങ്കിൽ 36, 39 ഇതൊക്കെ കൊമേഴ്സ് ആണ് വരിക. അതുപോലെ 11 ആണെങ്കിൽ ഹ്യൂമാനിറ്റീസ് ആണ്. ഇതുപോലെ മറ്റ് സബ്ജക്റ്റുകൾക്ക് അതിനനുസരിച്ചുള്ള കോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റാണോ കിട്ടിയത് അതിനനുസരിച്ച് അതിൻ്റെ കോഡ് എഴുതുക. ഇനി 6-ാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഉയർന്ന ഓപ്ഷനുകളെല്ലാം റദ്ദാക്കി ഇപ്പോൾ ലഭിച്ച ഓപ്ഷനിൽ സ്ഥിരപ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതേ എന്നും ഇല്ലെങ്കിൽ ഇല്ല എന്നും ഇവയിൽ ഏതെങ്കിലും ഉത്തരം എഴുതുക. അതേ എന്നാണ് ഉത്തരമെങ്കിൽ എല്ലാ ഓപ്ഷനുകളും റദ്ദ് ചെയ്യുന്നതിനുള്ള കാരണം സൂചിപ്പിക്കുക. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ 5-ാമത്തെ ഇപ്പോൾ 4-ാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെന്ന് വിചാരിക്കുക. അവിടെ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ നേടുന്നു. ഇനി നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് ഒന്നും അടുത്ത അലോട്ട്മെൻറ്റിൽ പരിഗണിക്കപ്പെടേണ്ടതില്ല. ഇതിൻ്റെ ഹയർ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ 1 മുതൽ 1, 2, 3 എന്നിങ്ങനെയുള്ള ഓപ്ഷനാണ്. ഈ ഒരു ഓപ്ഷനുകളെയൊന്നും ഇനി അടുത്ത അലോട്ട്മെൻറ്റിൽ പരിഗണിക്കപ്പെടേണ്ടതില്ല. നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള ആ ഒരു ഓപ്ഷനിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുത്ത ആ ഒരു ഓപ്ഷൻ തന്നെ മതി എന്നാണെങ്കിൽ ഇവിടെ നിങ്ങൾ അതേ എന്ന് എഴുതുക. അതുപോലെ എന്താണ് കാരണം, അതായത് എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്കിപ്പോൾ 4-ാമത്തെ ഓപ്ഷൻ കിട്ടി, അതിനുശേഷം എനിക്ക് മറ്റ് ഓപ്ഷനുകളൊന്നും വേണ്ട, ഈ ഒരു ഓപ്ഷനിൽ തന്നെ മതി, അതായത് ഈ ഒരു കോഴ്സ് തന്നെ മതി എന്ന് നിങ്ങൾ അതിൻ്റെ കാരണം എഴുതുക. ഇനിയിപ്പോൾ ഒരു വിദ്യാർത്ഥി ചോദിച്ച ആ ഒരു സംശയത്തിലേക്ക് വരാം. അപ്പോൾ ആ ഒരു വിദ്യാർത്ഥി ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇവിടെ 4-ാമത്തെ ഓപ്ഷൻ കിട്ടി, ഞാനവിടെ ടെമ്പററി അഡ്മിഷൻ നേടാനാണ് ഉദ്ദേശിക്കുന്നത്, അപ്പോൾ അങ്ങനെയെങ്കിൽ എനിക്കിതിൽ 3-ാമത്തെ ഓപ്ഷൻ വേണ്ട, അപ്പോൾ അങ്ങനെയെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇല്ല എന്ന് എഴുതുക.
അതായത് ആറാമത്തെ ഓപ്ഷൻ ഇല്ല എന്ന് എഴുതുക. ഇനി അടുത്തത് ഏഴാമത്തെ ഓപ്ഷനാണ്. ഇവിടെ നിങ്ങൾ അതെ എന്നാണ് ആറാമത്തെ ഓപ്ഷനിൽ എഴുതിയിട്ടുണ്ടായിരുന്നതെങ്കിൽ നിങ്ങൾ ഏഴാമത്തെ ആ ഒരു കോളങ്ങളൊന്നും ഫില്ല് ചെയ്യേണ്ടതില്ല. അതേസമയം ഈ ഒരു ആറാമത്തെ ക്വസ്റ്റ്യന് ഇല്ല എന്നാണ് നിങ്ങൾ ഉത്തരം എഴുതിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു കോളം ഫില്ല് ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഇനി ആ ഒരു വിദ്യാർത്ഥി ചോദിച്ച സംശയത്തിലേക്ക് വരാം. അതായത് ആ ഒരു വിദ്യാർത്ഥിക്ക് നാലാമത്തെ ഓപ്ഷനാണ് കിട്ടിയത്. മൂന്നാമത്തെ ഓപ്ഷനെയാണ് റിമൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ മൂന്നാമത്തെ ഓപ്ഷൻ റിമൂവ് ചെയ്യാനായിട്ട് ഓപ്ഷൻ നമ്പർ 3 എഴുതുന്നു. അതുപോലെ മൂന്നാമത്തെ ഓപ്ഷൻ നമ്പർ നൽകിയിട്ടുള്ള ആ ഒരു സ്കൂളിൻ്റെ കോഡ് എന്താണ്, അതുപോലെ തന്നെ ആ ഒരു വിഷയ കോമ്പിനേഷൻ്റെ കോഡ്, അതായത് ആ ഒരു സബ്ജക്റ്റ് ഇപ്പോൾ എനിക്കിപ്പോൾ ഹ്യൂമാനിറ്റീസ് ആണ്, 11 നമ്പറാണ്, അതാണ് ഒഴിവാക്കേണ്ടതെങ്കിൽ അവിടെ 11 എന്നുള്ളത് എഴുതുക. കാരണം എനിക്ക് ആ ഒരു സബ്ജക്റ്റാണ് വേണ്ടാത്തത്, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒഴിവാക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റാണോ വേണ്ടാത്തത് അതിനനുസരിച്ച് നിങ്ങൾ ആ ഒരു ഓപ്ഷൻ നമ്പറിൽ കൊടുത്തിട്ടുള്ള സ്കൂളിൻ്റെ കോഡ്, കോഴ്സിൻ്റെ കോഡ് എന്താണ് അത് കൃത്യമായിട്ട് അവിടെ എഴുതുക. അതുപോലെ ഇവിടെ കൃത്യമായിട്ട് പൂരിപ്പിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. മാറിപ്പോയി കഴിഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ റദ്ദ് ചെയ്യപ്പെടുന്നതായിരിക്കും, പിന്നീട് അത് ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ, ആഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് സത്യപ്രസ്താവന എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ഈ ഒരു അപേക്ഷയിൽ ഞാൻ ആവശ്യപ്പെട്ട പ്രകാരം ഉയർന്ന ഓപ്ഷനുകൾ റദ്ദാക്കി കഴിഞ്ഞാൽ അത്തരം ഓപ്ഷനുകളിലേക്ക് പിന്നീട് എനിക്ക് യാതൊരുവിധ അവകാശവാദവും മുൻഗണനയും ഉണ്ടായിരിക്കില്ലെന്ന വസ്തുത എനിക്കറിയാവുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പേരും ഒപ്പിടുക. അതുപോലെ തന്നെ നിങ്ങളുടെ പേരൻറ്റിൻ്റെ പേരും ഒപ്പിടുക. അതുപോലെ തന്നെ സ്ഥലം, സ്കൂളിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലം എഴുതിയാൽ മതി. അതുപോലെ തീയതി എന്ന് പറയുമ്പോൾ നിങ്ങൾ എപ്പോഴാണ് ഈ ഒരു അഡ്മിഷൻ നേടാൻ പോകുന്നത് അതിൻ്റെ ആ ഒരു ഡേറ്റാണ് കൊടുക്കേണ്ടത്. അതുപോലെ കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. സ്കൂളിൽ സ്വീകരിച്ച അപേക്ഷകൾക്ക് നിർബന്ധമായിട്ടും റെസിപ്റ്റ് നൽകേണ്ടതാണ്. അതായത് ഈ ഒരു അപേക്ഷ സ്വീകരിച്ച ശേഷം നിങ്ങൾക്കൊരു റെസിപ്റ്റ് കിട്ടും. അത് നിങ്ങൾ ഏത് ഓപ്ഷനാണ് ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു റെസിപ്റ്റ് നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ അതായത് ഹയർ ഓപ്ഷൻ റദ്ദ് ചെയ്യാനുള്ള പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഹയർ ഓപ്ഷൻ റദ്ദ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് ഏത് ഓപ്ഷനാണ് വേണ്ടതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. കാരണം അഥവാ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ ക്യാൻസൽ ചെയ്യപ്പെടും. പിന്നീട് നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടില്ല. വേറെ ഓപ്ഷൻ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലേക്കാണ് അലോട്ട്മെൻറ്റ് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.